ഹായ്, എൻ്റെ പേര് മാർസൽ മാത്യു. ഞാൻ മാസ് ഇൻറ്റീരിയേഴ്സിൻ്റെ ഫൗണ്ടറും ഡിസൈനറുമാണ്. നമ്മൾ ഇപ്പം നിൽക്കുന്നത് കൊച്ചി വൈറ്റിലയിലെ സിൽവർ സാൻഡ് ഐലൻഡിലുള്ള നന്മാവൻ കൊച്ചിൻ ഫ്ലാറ്റിലാണ്. വിനോജിനും ജസ്നയ്ക്കും വേണ്ടിയിട്ട് ചെയ്ത ഒരു ഫ്ലാറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് വരുന്ന പോർഷനിൽ നമ്മളൊരു സിമ്പിളായിട്ടുള്ളൊരു പ്രെയർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. ആ പ്രെയർ യൂണിറ്റ് വളരെ സിമ്പിളാണ്, മിനിമലിസ്റ്റിക് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. ബട്ട് ആ ഒരു എലഗൻസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ലൈറ്റിൽ വരെ നമ്മളൊരു ചെറിയൊരു ഗോൾഡൻ ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ ലിവിങ് സ്പേസ് ആണ്. നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഓരോ ഏരിയാസിലും ഒരു ഹൈലൈറ്റ് പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോൾഡൻ PVD കോട്ടഡ് ഫിനിഷ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമ്മൾ ഇൻക്ലൂഡിങ് ഡൈനിങ് ടേബിൾസിൽ കൊടുത്തിട്ടുണ്ട്, TV യൂണിറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ലിവിങ് ഏരിയയിൽ ഒരു ഡിസൈൻ എലമെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പോർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ളി, അതായത് ഇൻക്ലൂഡിങ് കേർട്ടൻ കണക്ട് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. കേർട്ടനും സൈഡിൽ വരുന്ന ഒരു വാൾ പാനൽ ഏരിയയും കൂടെ കണക്ട് ചെയ്തിട്ട് കേർട്ടൻ നമ്മളൊരു ബോക്സിന് ഉള്ളിൽ തന്നെ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് മുഴുവനായിട്ട് നമ്മൾ ബീച്ച് ആ ഒരു തീമിൽ തന്നെ, ഈവൻ കേർട്ടൻ്റെ 2 ലെയേഴ്സും ആ ഒരു സെയിം തീമിൽ തന്നെയാണ് നമ്മളിതിൽ പോയിരിക്കുന്നത്. നമ്മൾ ഇവിടെ ഡൈനിങ് ചെയ്തിരിക്കുന്നത്, ഡൈനിങ് ടേബിളിൻ്റെ എല്ലാ മെയിൻ പോർഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ PVD കോട്ടഡ് ഫിനിഷിലാണ്. നമ്മൾ അതിൻ്റെ ലെഗും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ടോപ്പ് വരുന്ന പോർഷൻ നമ്മൾ ഗ്ലാസ് ഫിനിഷാണ്. ഗ്ലാസ് ഫിനിഷ് ആണെങ്കിലും അതിനൊരു ഗ്രനൈറ്റ് ഫിനിഷ് ടോപ്പിൽ ഫീൽ ചെയ്യാൻ പാകത്തിന് അത് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു മാക്സിമം സ്പേസ് തോന്നിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ തന്നെ നമ്മൾ ഒരുപാട് മിറർ ഫിനിഷസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പല പോർഷനിൽ നമ്മൾ റിക്വയർഡ് ആയിട്ടുള്ള ഏരിയകളിലെല്ലാം നമ്മൾ മിറർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം സ്പേസ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഡൈനിങ് സ്പേസിൻ്റെ ബാക്കിൽ കാണുന്ന പോർഷൻ, ആ ഒരു ഏരിയ ഫുള്ള് ബ്രോൺസ് മിററിൽ വർക്ക് ചെയ്തെടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പ് വരുന്ന പോർഷനും TVയുടെ വാൾ പാനലും തമ്മിൽ, TV പ്ലേസ് ചെയ്തിരിക്കുന്ന ആ പാനലും ഡൈനിങ് ടേബിളിൻ്റെ ടോപ്പും സെയിം കളർ തീമിലാണ് ചെയ്തിരിക്കുന്നത്. കൺസോൾ യൂണിറ്റിന് ഒരു എലഗൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിൻ്റെ നോബുകളും പിന്നെ അതിൻ്റെ മിററിൻ്റെ ഫ്രെയിമും നമ്മൾ ഗോൾഡൻ ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വരുമ്പോൾ, കിച്ചണിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യണമായിരുന്നു. നമുക്കൊരു ലിമിറ്റഡ് സ്പേസുമാണ് നമുക്ക് കിച്ചണുള്ളൂ. സോ നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്ക് ഓൾറെഡി ഒരു വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് ഓവന് വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അതൊരു ഓവൻ യൂണിറ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. നമുക്ക് മെയിനായിട്ടും ഓവനുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന യൂസ് ചെയ്യേണ്ട മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു സ്പെഷ്യൽ സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 3 ടാൻഡം ബോക്സുകളാണ് ഇതിനകത്ത് ഡ്രോയറായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ 3 ടാൻഡം ബോക്സ് നമുക്ക് ടോപ്പിൽ കട്ട്ലറിക്ക് വേണ്ടിയിട്ടും അതിൻ്റെ നെക്സ്റ്റ് നമുക്ക് സ്പൈസ് പുൾ ഔട്ടായിട്ടും അതിൻ്റെ ഏറ്റവും താഴത്തെ പോർഷൻ നമുക്ക് അത്യാവശ്യം വലിയ വെസൽസും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള പോർഷനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിനോട് അറ്റാച്ച് ചെയ്ത് തന്നെ സൈഡിൽ ഒരു ഓയിൽ പുൾ ഔട്ടും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി വരുന്നത് ഇതിൻ്റെ കോറിഡോറാണ്. കോറിഡോർ നമുക്ക് 2 റൂമിലേക്കുള്ളൊരു എൻട്രൻസ് ആയിട്ട് വരുന്ന ഒരു സ്പേസ് ആണ്. ആ സ്പേസിൽ നമുക്ക് 2 സൈഡും നമ്മളൊരു ഫോട്ടോ വാളായിട്ടാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫോട്ടോസിലേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് ട്രാക്ക് ലൈറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഫ്ലാറ്റിൻ്റെ ഫ്ലോറ്
ടൈല് ചെയ്തിരിക്കുന്നതിൻ്റെ ഗ്യാപ്പുകളെല്ലാം നമുക്ക് നോർമൽ എപ്പോക്സി ഫില്ലിംഗ് ആയിരുന്നു നമുക്കിത് ഈ ഫ്ലാറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ. സോ നമ്മളത് ഫുള്ളായിട്ട് ഗ്ലാസ് ബോണ്ടിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും ഫിനിഷ് ആവുന്ന ഒരു സ്റ്റേജിൽ നമ്മളത് ഫുള്ളായിട്ട് ഗ്ലാസ് ബോണ്ട് ചെയ്ത് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൽ മെയിനായിട്ടും ബീജ് ആൻഡ് ബ്ലാക്ക് തീമിലാണ് ടോട്ടൽ ഏരിയ പോയിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് ബോർഡ് ആണെങ്കിലും അതിൻ്റെ സൈഡിൽ വരുന്ന സൈഡ് ടേബിൾസ് ആണെങ്കിലും എല്ലാം നമ്മളൊരു ബീജ് അല്ലെങ്കിൽ ബ്ലാക്ക് തീമിൽ തന്നെയാണ് പോയിരിക്കുന്നത്. പക്ഷേ അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി സെയിം നമ്മൾ ലിവിങ്ങിലും ഡൈനിങ്ങിലും യൂസ് ചെയ്തതുപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന നോബുകളെല്ലാം ഗോൾഡൻ ഫിനിഷിലും അതിൻ്റെ മാറ്റ് അല്ലെങ്കിൽ ഗ്ലോസി ഫിനിഷിലുള്ള ഗോൾഡൻ തീമിലാണ് നമ്മളെല്ലാ നോബുകളും അതിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കിഡ്സ് ബെഡ്റൂം ആയിരുന്നു നമ്മുടെ ഈ ഫ്ലാറ്റിലെ ഒരു മേജറായിട്ട് ക്ലയൻറ്റിന് റിക്വയർമെൻറ്റ്. അത് ഏറ്റവും ഭംഗിയാവണമെന്ന് ക്ലയൻറ്റിന് റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അതുകൊണ്ട് തന്നെ കിഡ്സ് ബെഡ്റൂമിൽ വെൽ പ്ലാൻഡ് ആയിരുന്നു. അതിൽ എല്ലാ എലമെൻറ്റ്സും വേണം. 2 കുട്ടികളാണ് ഉള്ളത്. സോ അവർക്ക് 2 പേർക്കും ഒരു സ്റ്റഡി ടേബിൾ വേണം, പിന്നെ ബെഡിൻ്റെ സൈഡിലൊരു സൈഡ് ടേബിൾ വേണം. അപ്പോൾ നമുക്ക് ഉള്ളതൊരു ലിമിറ്റഡ് സ്പേസും ആയിരുന്നു. സോ നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തിട്ടാണ് അതിനൊരു നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിലേക്ക് നമ്മളതിന് ഒരു പ്ലാൻ വരച്ചതും അത് എക്സിക്യൂട്ട് ചെയ്തതും.